ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എക്കണോമിക്സിൽ 10ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠഭാഗമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേര് പൊതുചിലവും പൊതുവരുമാനവും. പൊതുചിലവും പൊതുവരുമാനവും. സോ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. 10ാം ക്ലാസ് കൂടിയാണല്ലോ. സോ ഇവിടെ സ്കൂള്, റോഡ്, റേഷൻ കട, ആർമി, ഇങ്ങനെ സർക്കാരിൻ്റെ അധീനതയിൽ പ്രധാനമായിട്ടും വരുന്ന കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊതുചെലവും പൊതുവരുമാനത്തിൻ്റെയും ഒരു ഹിൻ്റാണ് അവിടെ തന്നിരിക്കുന്നത്. കണ്ടില്ലേ? ആർമിയും റേഷൻ കടയും പൊതുവിതരണ കേന്ദ്രവും സ്കൂളും റോഡൊക്കെ. ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. അവ സർക്കാർ നടത്തുന്ന ചില പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലേ. ഏതൊക്കെയാണ് പ്രവർത്തനം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് നിങ്ങൾക്ക് മനസ്സിലായി. സർക്കാർ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നത് കണ്ടല്ലോ. എന്തിനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ജനക്ഷേമം ലക്ഷ്യമാക്കിയാണ് സർക്കാർ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സർക്കാർ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ജനക്ഷേമം ലക്ഷ്യമാക്കിയാണ്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പണം ആവശ്യമാണല്ലോ. സർക്കാരിൻ്റെ ചെലവുകൾ പൊതുചെലവ് എന്നറിയപ്പെടുന്നു. അപ്പോൾ സർക്കാർ ചെലവഴിക്കുന്ന പണത്തിന്, ചെലവുകളെ നമ്മൾ പൊതുചെലവ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, പുതിയ പുതിയ പദ്ധതികളൊക്കെ വരുന്നതനുസരിച്ച് ചെലവും അതനുസരിച്ച് കൂടുന്നുണ്ട് അല്ലേ. സോ അതിനെ നമ്മൾ പൊതുചെലവ് എന്ന് പറയുന്നു. വർഷം കഴിയും തോറും ചെലവ് കൂടി വരികയാണ് അല്ലേ. അപ്പോൾ സർക്കാരിൻ്റെ 2017 വരെയുള്ള ചെലവുകളുടെ ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ? വർഷം തോറും കൂടി വരികയാണ്. പൊതുചെലവുകളെ വികസന ചെലവുകൾ, വികസനേതര ചെലവുകൾ എന്നിങ്ങനെ തരം തിരിക്കാം. അപ്പോൾ പൊതുചെലവുകൾ തന്നെ 2 രീതിയിലുണ്ട്. വികസന ചെലവുകളും ഉണ്ട്, വികസനേതര ചെലവുകളും ഉണ്ട്. അതെന്താണെന്ന് പഠിക്കണം. റോഡ്, പാലം, തുറമുഖം തുടങ്ങിയവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങുക മുതലായ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളാണ് വികസന ചെലവുകളായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ റോഡ്, തുറമുഖം, പാലം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പുതിയ പുതിയ സംരംഭങ്ങൾ, ഇതൊക്കെ വികസനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മളിതിനെ വികസന ചിലവുകൾ എന്ന് പറയും. എന്നാൽ ഈ യുദ്ധം, ഡിഫൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന യുദ്ധം, പലിശ, പെൻഷൻ കൊടുക്കുക, അതേപോലെ പലിശ കൊടുക്കുക, യുദ്ധം, ഇതൊക്കെ വികസനേതര ചെലവുകളാണ്. അല്ലാതെ തന്നെ വികസനത്തിൻ്റെ ഭാഗമായിട്ടല്ല, പക്ഷെ നമ്മളത് ചെയ്തേ തീരൂ, അനിവാര്യമായിട്ട് ചെയ്തേ തീരൂ. അത്തരം കാര്യങ്ങളാണ് വികസനേതര ചെലവുകൾ. ഇപ്പോൾ ഇന്ത്യയുടെ പൊതുചെലവ് ക്രമാനുഗതമായിട്ട് വർദ്ധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ആ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ചെലവ് വർദ്ധിക്കുന്നത്. ഉദാഹരണമായിട്ട് ജനസംഖ്യാ വർധനവ് സർക്കാരിൻ്റെ ചെലവ് വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ആൾ കൂടുന്നതനുസരിച്ച് ചിലവ് കൂടുമല്ലോ അല്ലേ. നമ്മുടെ വീട്ടിലും അങ്ങനെയാണല്ലോ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യ കൂടി വരികയാണ്, അതുകൊണ്ട് ചിലവും കൂടും. ജനസംഖ്യ കൂടുമ്പോൾ വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം തുടങ്ങിയവയ്ക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഇതിനായി സർക്കാർ കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നു. ഇത് കൂടുതൽ ചെലവിലേക്ക് സർക്കാരിനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. അപ്പോൾ ജനസംഖ്യ മാത്രമല്ല, പ്രതിരോധ ചിലവിൻ്റെ, അതിന് വർഷം പ്രതി ചിലവുകൾ കൂടി വരികയാണ്. പുതിയ പുതിയ രീതികളും സാങ്കേതിക വിദ്യയിലേക്ക് മാറുമ്പോൾ അതിനുവേണ്ടി കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നു. അതേപോലെ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഓരോ വർഷം തോറും പുതിയ പുതിയ ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് സർക്കാർ കടക്കുകയാണ്. അപ്പം അതിനൊക്കെ ചിലവുണ്ട്. ദെൻ നഗരവൽക്കരണത്തിനും ചിലവുകൾ വരുന്നുണ്ട്. അപ്പോൾ സർക്കാരിന് ഒരുപാട് ചിലവുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ സർക്കാരിന് വരുമാനവും വേണം. ചിലവുകൾ നടത്തണമെങ്കിൽ സർക്കാരിന് വരുമാനം വേണം. അപ്പോൾ സർക്കാരിൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ, പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സർക്കാരിൻ്റെ ചിലവിനെ പൊതുചെലവ് എന്ന് പറയുന്നത് പോലെ സർക്കാരിൻ്റെ വരവുകളെ നമ്മൾ പൊതുവരുമാനം എന്ന് പറയുന്നു. സർക്കാരിൻ്റെ വരുമാനത്തെയാണ് പൊതുവരുമാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സർക്കാരിൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിച്ചു നോക്കൂ. പ്രധാനമായിട്ടും 2 സ്രോതസ്സുകളിൽ നിന്നാണ് സർക്കാർ വരുമാനം കണ്ടെത്തുന്നത്. ഒന്ന് നികുതി, മറ്റൊന്ന് നികുതിയേതര. ഇപ്പോൾ ചെലവ്, വികസനം, വികസനേതരം എന്ന് പറയുന്നത് പോലെ പൊതുവരുമാനം നികുതിയും ഉണ്ട്, നികുതിയേതര വരുമാനം ഉണ്ട്. അപ്പം നികുതി, സർക്കാരിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സ് നികുതികളാണ്. അപ്പോൾ സർക്കാരിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സ് നികുതികളാണ്. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി. ഇപ്പം എന്താണ് നികുതി എന്ന് ചോദിക്കും. ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. വികസന പ്രവർത്തനങ്ങൾ,
ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായിട്ടും നൽകേണ്ട പണമാണ് നികുതി. അപ്പോൾ നമ്മുടെ നിന്ന് നിർബന്ധമായിട്ട് നികുതി വാങ്ങുന്നു. ഈ നികുതി സർക്കാർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കുമാണ്. നേരത്തെ പറഞ്ഞ രണ്ട് പ്രവർത്തനങ്ങൾക്കും വികസനേതര പ്രവർത്തനങ്ങൾക്ക് ചിലവാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നികുതി നൽകുന്ന വ്യക്തിയെ നികുതിദായകൻ എന്ന് പറയുന്നു. അപ്പോൾ ആരാ നികുതിദായകൻ? നമ്മൾ നികുതിദായകരാണ്. നമ്മൾ നികുതി നൽകുന്നുണ്ടല്ലേ പലതരത്തിലുള്ള. സോ നികുതി പലതരത്തിലുണ്ട്. അത് പ്രധാനമായിട്ടും പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി എന്ന് പറയാം. അപ്പോൾ നികുതിയുടെ രണ്ട് വിഭാഗങ്ങളാണ്, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. ആദ്യം പ്രത്യക്ഷ നികുതി എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഇവിടെ ഒരു ചലാൻ്റെ ഒരു റെസീപ്റ്റിൻ്റെ ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. ആരിലാണോ ഭൂനികുതി ചുമത്തുന്നത് അയാൾ തന്നെ നികുതി അടയ്ക്കുന്നു. അപ്പോൾ ആരിലാണോ ഭൂനികുതി, ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പേരിലുള്ള ഭൂനികുതി നമ്മുടെ പേരിലാണ് ചുമത്തുന്നത്, അപ്പോൾ നമ്മൾ നേരിട്ട് കൊണ്ട് അടയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നികുതി ചുമത്തപ്പെടുന്നതും നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരാൾ തന്നെയാണ്. ഇത്തരം നികുതികൾക്ക് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നു. അപ്പോൾ പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ നികുതി ചുമത്തപ്പെടുത്തുന്നതും നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരാളാണ്. അപ്പോൾ നമ്മുടെ പേരിലാണ് നികുതി വരുന്നത്. നികുതി അടയ്ക്കേണ്ട ആ ഒരു തുക നമ്മളാണ് കെട്ടേണ്ടത്. അത് നമ്മുടെ പേരിലാണ് വരുന്നത്. അപ്പോൾ രണ്ടും ഒരാളാണ്. അതിൻ്റെ സാമ്പത്തിക ഭാരം വഹിക്കുന്നതും അത് ആരുടെ പേരിലാണോ വരുന്നത് അതും രണ്ടും ഒരാളാണ്. ഇതിനാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. അപ്പം നികുതി ഭാരം നികുതിദായകൻ തന്നെ വഹിക്കുന്നു എന്നത് പ്രത്യക്ഷ നികുതിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ നികുതി ഭാരം വഹിക്കുന്നത് നികുതിദായകൻ തന്നെയാണ്. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നികുതികളാണ് വ്യക്തിഗത ആദായ നികുതി. അപ്പോൾ പ്രത്യക്ഷ നികുതികൾക്ക് ഉദാഹരണം ചോദിച്ചിട്ടുള്ളതാണ്, പഠിച്ചു വെക്കുക. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയും പ്രത്യക്ഷ നികുതികളാണ് കേട്ടോ. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയും പ്രത്യക്ഷ നികുതികൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് വ്യക്തിഗത ആദായ നികുതി? വ്യക്തികളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി. ഇപ്പോൾ വ്യക്തികളുടെ വരുമാനം അനുസരിച്ച് ചുമത്തുന്ന നികുതി. അപ്പോൾ വരുമാനം കൂടുന്നതിനനുസരിച്ച് നികുതി നിരക്ക് കൂടുന്നു. നിശ്ചിത വരുമാന പരിധിക്ക് മുകളിൽ വരുന്ന തുകയാണ് നികുതിക്ക് ബാധകമായിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ നികുതി കൊടുക്കേണ്ടി വരില്ല. നിശ്ചിത വരുമാനത്തിന് മുകളിലുള്ള ആളുകൾക്കാണ്, നിശ്ചിത വരുമാന പരിധിക്ക് മുകളിൽ വരുന്ന തുകയ്ക്കാണ് നികുതി ബാധകമായിരിക്കുന്നത്. അപ്പോൾ അത് കൂടുന്നതനുസരിച്ച്, വരുമാനം കൂടുന്നതനുസരിച്ച് ഈ നികുതിയുടെ തുക കൂടുന്നു. ഇന്ത്യയിൽ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാരാണ് ഈ നികുതി പിരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിഗത ആദായ നികുതി പിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. PYQ ആണ് കേട്ടോ. അപ്പോൾ പ്രത്യക്ഷ നികുതിയിൽ ഒന്നാമത്തത് വ്യക്തിഗത ആദായ നികുതിയാണ്. വ്യക്തിഗത ആദായ നികുതി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത വരുമാന പരിധിക്ക് മുകളിൽ ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു എങ്കിൽ അയാൾ അടയ്ക്കേണ്ട നികുതിയാണ് വ്യക്തിഗത നികുതി, ആദായ നികുതി എന്ന് പറയുന്നത്. ഈ വ്യക്തിഗത ആദായ നികുതി 1961 നിയമപ്രകാരം കേന്ദ്ര സർക്കാരാണ് പിരിക്കുന്നത്. ഇനി കോർപ്പറേറ്റ് നികുതി കമ്പനികളുടെ അറ്റ വരുമാനത്തിന്മേൽ അഥവാ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ്. അപ്പോൾ കമ്പനികളാണ് ഈ നികുതി അടയ്ക്കേണ്ടത്. അപ്പോൾ അതാത് കമ്പനികളുടെ ലാഭം അനുസരിച്ചുള്ള നികുതി കൊടുക്കേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് രണ്ടും പ്രത്യക്ഷ നികുതികൾക്ക് ഉദാഹരണമാണ്. ഇനി നികുതിയുടെ ഇനത്തിൽ രണ്ടാമത്തത് പരോക്ഷ നികുതിയാണ്. അപ്പോൾ ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് പരോക്ഷ നികുതി. അപ്പോൾ ഒരാളുടെ മേൽ ഒരു നികുതി അടയ്ക്കേണ്ട ഭാരം വരുന്നു. അപ്പോൾ അയാൾ അതിൻ്റെ ഭാരം മറ്റൊരാളുടെ മേൽ കൈമാറ്റം ചെയ്യുന്നു. ഓക്കെ അല്ലേ? നേരത്തെ പറഞ്ഞ സ്ഥലത്ത് പ്രത്യക്ഷ നികുതിയിൽ ഭാരം വഹിക്കുന്നതും നികുതി വരുന്നതും ഒരാളുടെ പേരിലാണ്. ഇവിടെ നികുതി വരുന്നത് ഒരാളുടെ പേരിലാണ്, അതിൻ്റെ ഭാരം അയാൾ മറ്റൊരാളുടെ മേൽ വെച്ച് കൊടുക്കുന്നു. ഉദാഹരണം നമുക്ക് നോക്കാം. വിൽപ്പന നികുതിയുടെ ഭാരം ആദ്യം വരുന്നത് വ്യാപാരിയുടെ മേലാണ്. എന്നാൽ വ്യാപാരി ആ ഉൽപ്പന്നം വാങ്ങുന്ന ഉപഭോക്താവിലേക്ക് വിലയോടൊപ്പം നികുതി ഭാരവും കൈമാറുന്നു. അപ്പോൾ ഉപഭോക്താവ് നൽകുന്ന വിലയിൽ നികുതിയും ഉൾപ്പെടുന്നു. ഇത് പരോക്ഷ നികുതിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങുന്ന സമയത്ത് അതിനകത്തു നിന്ന് നമ്മുടെ ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നു അല്ലേ? യഥാർത്ഥത്തിൽ ആ ടാക്സ് അടയ്ക്കേണ്ട പേര് വരുന്നത് ആ കമ്പനിക്കാണ് അല്ലേ? ആ ഒരു കമ്പനിയുടെ ഉടമസ്ഥൻ്റെ മേൽ വരുന്ന ടാക്സാണ്. അത് നമ്മുടെ മേലെടുത്ത് ചുമത്തുകയാണ് അല്ലേ? നമ്മൾ
അത് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ടാക്സ് ഉൾപ്പെടെ അതിൽ പങ്കാളികളാവുകയാണ്. അപ്പോൾ ടാക്സ് ആരുടെ പേരിലാണ് വരുന്നത്? കമ്പനിയുടെ പേരിൽ. അതിൻ്റെ ഭാരം വഹിക്കുന്നത് അത് വാങ്ങുന്ന ആളുകൾ. ഇതിനാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത്. അപ്പോൾ ഉപഭോക്താവ് നൽകുന്ന വിലയിൽ നികുതിയും ഉൾപ്പെടുന്നു. ഇത് പരോക്ഷ നികുതിയുടെ പ്രത്യേകതയാണ്. നിലവിലുള്ള പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനും ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിനും ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നിലവിലുള്ള പരോക്ഷ നികുതിയുടെ നല്ലൊരു വിഭാഗം ഉൾപ്പെടുത്തി ചരക്ക് സേവന നികുതി നടപ്പാക്കി. അപ്പോൾ ഈ ഒരു പരോക്ഷ നികുതിയുടെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി, അല്ലെ, പല പല ടാക്സ് ഒരു ആൾ അടയ്ക്കേണ്ടി വരുന്നതിൽ നിന്ന് തടയുന്നതിന് വേണ്ടി ഒരൊറ്റ നികുതി, ഒരൊറ്റ രാജ്യം ഒരൊറ്റ നികുതി എന്ന ലക്ഷ്യത്തിൽ വന്ന ഒരു നികുതിയാണ് ചരക്ക് സേവന നികുതി അഥവാ GST. അപ്പം GST ഒരു പരോക്ഷ നികുതിയാണ്. ചരക്ക് സേവന നികുതി പരോക്ഷ നികുതിയാണ്. GSTയിൽ ഉൾപ്പെടാത്ത ഇനങ്ങളുടെ പരോക്ഷ നികുതി നിരക്ക് നിലവിലുള്ള രീതിയിൽ തന്നെയാണ് ഈടാക്കുന്നത്. അപ്പോൾ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും എല്ലാ സാധനങ്ങൾക്കും GST ബാധകമല്ല. GST ബാധകമല്ലാത്ത വസ്തുക്കളുടെ ടാക്സ് നേരത്തെ പറഞ്ഞതുപോലെ പരോക്ഷ നികുതിയായിട്ടാണ് ഈടാക്കുന്നത്. സോ എന്താണ് GST എന്ന് നമുക്ക് നോക്കാം. ചരക്ക് സേവന നികുതി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഫുൾ ഫോമും PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, GST. ഇപ്പോൾ GSTയിലെ ഏതൊക്കെ നികുതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? GSTയിൽ ലയിപ്പിക്കപ്പെട്ട നികുതികൾ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി. ഇതിലെല്ലാം GST ഉണ്ട്. ഈ പറയപ്പെട്ട സേവനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും ഒക്കെ നികുതി ഉണ്ട് കേട്ടോ. GST ഉണ്ട്, നികുതി അല്ല, GST. നികുതി എല്ലാത്തിനും ഉണ്ട്, ഇത് GST ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ചുമത്തിയിരുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ച് 2017 ജൂലൈ 1 മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്കു സേവന നികുതി അഥവാ GST. എപ്പോഴും PSC ചോദിക്കുന്നതാണ് ഈ ഒരു വർഷം. 2017 ജൂലൈ 1 GST നിലവിൽ വരുന്നത്. അപ്പോൾ GSTയുടെ ലക്ഷ്യം എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ചുമത്തിയിരുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിക്കുക, ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായം കൊണ്ടുവരിക. ഒരു സാധനത്തിന് ആ പ്രത്യേക നികുതി എന്നതിന് പകരം ഒരൊറ്റ നികുതി, GST എന്ന് പറയുന്ന ഒറ്റ നികുതിയിലേക്ക് മാത്രം ചുരുക്കുക. പക്ഷെ ഇത് എത്രത്തോളം പ്രാക്ടിക്കലായി എന്നുള്ളത് വേറെ കാര്യം. ചരക്കുകളുടെയും സേവനങ്ങളുടെയും നിർമ്മാണം മുതൽ ഉപഭോഗം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നികുതി ചുമത്തപ്പെടുന്നു. അപ്പോൾ ചരക്കുകളുടെയും സേവനങ്ങളുടെയും നിർമ്മാണം മുതൽ അത് ഉപയോഗിക്കാൻ ഫൈനൽ പ്രോഡക്റ്റായിട്ട് ഒരാളുടെ അടുക്കൽ എത്തുന്നത് വരെ എല്ലാ ഘട്ടത്തിലും നികുതി ചുമത്തപ്പെടുന്നു. ഓരോ ഘട്ടത്തിലും മൂല്യവർധന ഉണ്ടാവുകയും അത് ഈടാക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മൂല്യവർദ്ധവിന് മാത്രമേ നികുതി ചുമത്തപ്പെടുന്നുള്ളൂ. അന്തിമ ഉപഭോക്താവ് ആദ്യം അടച്ച നികുതികൾ പിന്നീട് നൽകേണ്ടതില്ല. ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ് 20 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് വ്യാപാരികൾ നിർബന്ധമായും GSTയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സോ ഇവിടെ പറയുന്നത്, നമ്മൾ ഒരു സാധനം, ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ ഓരോ ഘട്ടത്തിലും മൂല്യ വർധനവ് ഉണ്ടാകും, അല്ലേ? പ്രോഡക്റ്റ് ഓരോ ഘട്ടത്തിൽ വരുന്നതനുസരിച്ച് അതിൻ്റെ വില കൂടും. അപ്പോൾ അത് എന്ത് ചെയ്യും? നികുതി ഈടാക്കുകയും ചെയ്യും. ഇപ്രകാരം ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മൂല്യവർദ്ധനവിന് മാത്രമേ നികുതി ചുമത്തപ്പെടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു എത്രയാണോ കൂടുന്നത് അതനുസരിച്ചുള്ള നികുതി മാത്രമേ വർദ്ധിക്കുന്നുള്ളൂ. അന്തിമ ഉപഭോക്താവിന് ആദ്യം അടച്ച നികുതികൾ പിന്നീട് നൽകേണ്ടതില്ല. അപ്പോൾ ഫൈനൽ പ്രോഡക്റ്റ് വാങ്ങുന്ന ആൾ അതിൻ്റെ ഓരോ ഘട്ടത്തിലുള്ള നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഷർട്ട് വാങ്ങുന്നു, അല്ലേ? ഷർട്ട് വാങ്ങുന്ന സമയത്ത് ഷർട്ടിൻ്റെ നൂല് ഉൽപ്പാദിപ്പിച്ച് അത് വിൽക്കുന്ന സമയത്ത് അതിനകത്തൊരു നികുതി ഉണ്ടായിരുന്നു. അതിൻ്റെ ബട്ടൺസിന് മറ്റൊരു നികുതി ഉണ്ടായിരുന്നു. അതിലെ ഓരോ അതിൽ പൂശുന്ന ചായങ്ങൾക്ക് മറ്റൊരു നികുതി ഉണ്ടായിരുന്നു. ഇനി ഇതെല്ലാം അത് വാങ്ങുന്ന ആൾ കൊടുക്കേണ്ട നികുതിയാണ്. ഷർട്ട് വാങ്ങുന്ന ആൾ എല്ലാത്തിൻ്റെയും നികുതി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അയാളിൽ നിന്നും ബട്ടൺസിൻ്റെ നികുതിയും തുണിയുടെ നികുതിയും അതേപോലെ തയ്യലിൻ്റെ നികുതി എല്ലാം അയാളിൽ നിന്ന് ഈടാക്കില്ല. നേരെ മറിച്ച്
ആ ഷർട്ടിൻ്റെ മൂല്യം എന്താണോ അതനുസരിച്ചുള്ള നികുതി മാത്രമേ അയാളിൽ നിന്നും ഈടാക്കുകയുള്ളൂ. അന്തിമ ഉപഭോക്താവ് ആദ്യം അടച്ച നികുതികൾ പിന്നീട് നൽകേണ്ടതില്ല. കാരണം അത് അതിന് മുന്നേ ഉള്ള ആളുകൾ അടച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ കമ്പനി ഉടമ വാങ്ങിച്ച സമയത്ത് അയാൾ അതിൻ്റെ നികുതി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ നികുതി. അതിനി ആരുടെ മേൽ ചുമത്തില്ല? അന്തിമ ഉപഭോക്താവിൻ്റെ മേൽ ചുമത്തില്ല. ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ് 20 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിലാണ് വ്യാപാരികൾക്ക് GST കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ എല്ലാ കമ്പനികൾക്കും GST വരില്ല. ചെറിയ ചെറിയ കമ്പനികൾ 20 ലക്ഷത്തിൽ താഴെയുള്ള ചെറുകിട വ്യവസായങ്ങളിലൊന്നും ചിലപ്പോൾ GST വരില്ല. 20 ലക്ഷത്തിൽ മുകളിലേക്ക് പോയി കഴിയുന്ന ഒരു വർഷത്തെ വിറ്റുവരവ് 20 ലക്ഷത്തിൽ മുകളിലേക്ക് പോയി കഴിയുമ്പോഴാണ് GST വരുന്നത്. അപ്പോൾ ആ കണക്ക് പഠിക്കുക. ഒരു വർഷത്തെ മൊത്തം വിറ്റുവരവ് 20 ലക്ഷം രൂപയിൽ കൂടുതലായിരിക്കണം. ഇനി ഈ GST തന്നെ പലതരത്തിലുണ്ട്. സംസ്ഥാനത്തിനകത്ത് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും മേൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും GST ചുമത്തുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിനകത്ത് തന്നെ നമ്മൾ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന ചില പ്രോഡക്റ്റുകൾക്ക്, ചില സേവനങ്ങൾക്ക് സർക്കാരും കേന്ദ്ര സർക്കാരും, നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും GST ചുമത്തുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്നത് സെൻട്രൽ GST അഥവാ CGST. നിങ്ങൾ ബില്ല് ശ്രദ്ധിച്ചാൽ മതി. അതിൽ ചില ബില്ലുകളിൽ CGSTയും SGST ഉണ്ടാവും. അപ്പോൾ CGST എന്ന് പറയുമ്പോൾ സെൻട്രൽ GST കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ്. ഇനി സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്നത് സ്റ്റേറ്റ് GST ആണ്, SGST ആണ്. ഈ നികുതികൾ ഉപഭോക്താക്കളിൽ നിന്നും ഒരുമിച്ച് പിരിച്ചെടുത്ത് കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി പിരിച്ചെടുക്കുന്നു. അപ്പോൾ നമ്മൾ സാധനം വാങ്ങുന്ന സമയത്ത് നമ്മളിൽ നിന്നും CGSTയും SGSTയും ഉൾപ്പെടെയാണത് വാങ്ങുന്നത്. അപ്പോൾ CGST കേന്ദ്ര സർക്കാരിലേക്കും SGST സംസ്ഥാന സർക്കാരിലേക്കും പോകുന്നു. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും നികുതി ചുമത്തേണ്ടതില്ലേ? അപ്പോൾ ഇതൊരു സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുന്ന, അവിടെ കൊണ്ടുപോയി വിൽക്കുന്ന സാധനം, കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച് കർണാടകയിൽ കൊണ്ടുചെന്ന് വിൽക്കുന്ന ഒരു സാധനത്തിനും GST വേണ്ടേ? അപ്പോൾ അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ GST ചുമത്തുന്നതും പിരിക്കുന്നതും കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങൾ, നമ്മൾ ഒരു സംസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് അവിടുത്തെ പ്രോഡക്റ്റ് മറ്റൊരു സംസ്ഥാനത്ത് കൊണ്ട് വിൽക്കുന്ന സമയത്ത് അവിടുത്തെ നികുതി ചുമത്തുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇത് ഇൻറ്റിഗ്രേറ്റഡ് GST അഥവാ IGST എന്ന് അറിയപ്പെടുന്നു. ഇതിലെ സംസ്ഥാന വിഹിതം കേന്ദ്ര ഗവൺമെൻറ്റാണ് നൽകുന്നത്. അപ്പോൾ സംസ്ഥാനത്തിന് വിഹിതം കിട്ടും, അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് നൽകുന്നത്. ഓക്കെ അല്ലേ? സോ നമ്മൾ പറഞ്ഞത് GST 3 തരത്തിലുണ്ട്: CGST, SGST, IGST. CGST എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്ന നികുതി, സെൻട്രൽ GST. ദെൻ SGST എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ GST. IGST എന്ന് പറയുമ്പോൾ അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ, ക്രയവിക്രയം എന്ന് പറയുമ്പോൾ വിൽക്കുക വാങ്ങുക എന്നുള്ള അർത്ഥത്തിനാണ് GST അഥവാ IGST ആണത്, ഇൻറ്റിഗ്രേറ്റഡ് GST. ദെൻ GST നിരക്കുകൾ. സംസ്കരിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾക്കും ആവശ്യ സാധനങ്ങൾക്കും GST നൽകേണ്ടതില്ല. അപ്പോൾ GST നൽകേണ്ടതില്ലാത്ത വസ്തുക്കൾ സംസ്കരിക്കാത്ത അഥവാ റിഫൈൻ ചെയ്യാത്ത വസ്തുക്കൾ, റോ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതും പിന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന അത്യാവശ്യ സാധനങ്ങൾക്കൊന്നും GST നൽകേണ്ട ആവശ്യം വരുന്നില്ല. 5%, 12%, 18%, 28% എന്നിങ്ങനെ 4 സ്ലാബുകളിലായിട്ടാണ് നികുതി നിരക്കുകൾ GST ക്രമീകരിച്ചിട്ടുള്ളത്. സോ GSTയുടെ ക്രമീകരണം എങ്ങനെയാണ്? 4 സ്ലാബുകളായിട്ടാണ്. 5%, ദെൻ 12, 18, 28. അതങ്ങനെ പഠിച്ചു വെക്കുക. GSTയുടെ 4 സ്ലാബുകളാണ് 5, 12, 18, 28. 5, 12, 18, 28. ഒരു വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച ബില്ല് ആണ് താഴെ നൽകിയിട്ടുള്ളത്. ആ ബില്ല് നോക്കുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് മനസ്സിലാവും. ബില്ലിൽ ഒരു GST നമ്പർ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ബില്ലിൽ ഒരു GST നമ്പർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇത് GST നമ്പറാണ്. ദെൻ കോളം 1 ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത് വിവിധ നികുതി നിരക്കുകളാണ് അല്ലേ? കോളം 1. ദെൻ കേന്ദ്ര GST, സംസ്ഥാന GST നിരക്കുകൾ ഏറ്റവും താഴെ ഉണ്ടാവും. CGST ഉണ്ട്, SGST ഉണ്ട്. രണ്ടും ഒരേപോലെയാണോ?
ഇവിടെ 0 വന്നു, 2.5 2.5 6 6 ഇവിടെ 9 ഇവിടെ 9 ഇവിടെ 14 ഇവിടെ 14 ഒരേപോലെയാണ് വന്നിട്ടുള്ളത് അല്ലേ. ഉയർന്ന GST ബാധകമായ അല്ല ഈ GST നൽകേണ്ടിയില്ലാത്ത ചരക്കുകൾ ഏത്? ഇവിടെ നോക്കുമ്പോൾ ചില ചിഹ്നങ്ങളുണ്ടല്ലോ, അത് ആ സാധനങ്ങളെയും സേവനങ്ങളെയും സൂചിപ്പിക്കുന്നതാണ്, ഈ അറ്റും എക്സ്ക്ലമേഷനൊക്കെ. അപ്പോൾ ഇതിൽ 0 ഈ ഹാഷ്ടാഗ് വന്നതിനും ആൻഡ് ചിഹ്നത്തിനും 0 ആണ്. അപ്പോൾ അത് ഏതാ ഉൽപ്പന്നം നമുക്ക് നോക്കാം. ഹാഷ്ടാഗ് അതിനകത്ത് വന്നിട്ടുണ്ടോ, ഉൽപ്പന്നത്തിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനകത്ത് വന്നിട്ടില്ല അല്ലേ. ഇവിടെ ഗാർലിക് ദെൻ ഉഴുന്ന് അല്ലേ, ഉഴുന്ന്, ഇത് രണ്ടിനും നികുതി വന്നിട്ടില്ല. സോറി, അതിനൊക്കെ നികുതി വന്നിട്ടുണ്ട് അല്ലേ. അതിന് രണ്ടിനും നികുതി വന്നിട്ടില്ല. ഇവിടെ നികുതി വന്നിട്ടുണ്ട് കേട്ടോ, ഇവിടെ നികുതി വന്നിട്ടുണ്ട് 6% 14%. ദെൻ ഉയർന്ന GST നിരക്ക് ബാധകമായിട്ടുള്ള ചരക്കുകളും സേവനങ്ങളും അത്യാവശ്യ ഇനങ്ങളിലുള്ളതാണോ ആഡംബരമാണോ? അപ്പോൾ ഇതിൽ ഏറ്റവും ഉയർന്ന നിരക്ക് വരുന്നത് എത്ര ശതമാനമാണ്? 102.8. ഇതാണ് ഏറ്റവും ഉയർന്നത് വരുന്നത് അല്ലേ, 102.08. അപ്പം അത് ഏത് വസ്തുവാണെന്ന് നമുക്ക് നോക്കാം. ലോഷൻ, ഉജാല, ഹാർപ്പിക്, സർഫ്. അപ്പം അതൊക്കെ അത്യാവശ്യ സാധനങ്ങളല്ല അല്ലേ, നമുക്കല്ലാതെ ക്ലീനിങ് മെറ്റീരിയലിനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആഡംബര വസ്തുക്കളാണ് കേട്ടോ. നമുക്ക് ആ ബില്ല് നോക്കിയിട്ട് എല്ലാം മനസ്സിലായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. ഒന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി ഞാൻ അതിലേക്ക് കടന്നു വന്നേ ഉള്ളൂ കേട്ടോ. അതെല്ലാം അതേപോലെ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി GST സമിതി. അപ്പോൾ GST എങ്ങനെയാണ് ഈടാക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി GST സമിതിയിലേക്ക് വരാം. കേന്ദ്ര ധനകാര്യ മന്ത്രി ചെയർമാനായ GST സമിതിയിൽ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ മന്ത്രിയും സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരും അംഗങ്ങളാണ്. അപ്പോൾ GST സമിതിയിൽ ആരൊക്കെ ഉണ്ടാവും? കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ചെയർമാൻ. പിന്നീട് അതാത് സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രിമാരുണ്ടാവും. അപ്പോൾ ആദ്യം ചെയർമാൻ കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. പിന്നെ ഏത് സംസ്ഥാനങ്ങളിലാണോ ചുമതലയുള്ളത് ആ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ഉണ്ടാവും, കേന്ദ്ര ധനകാര്യ സഹമന്ത്രി. ദെൻ സംസ്ഥാനങ്ങളിൽ ധനകാര്യ മന്ത്രിമാർ. അപ്പോൾ എല്ലാം ധനകാര്യ മന്ത്രിമാരാണ്. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി, സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാർ. ഇനി സമിതി ശുപാർശ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി താഴെ പറയുന്നത്. GSTയിൽ ലയിപ്പിക്കേണ്ട നികുതികൾ, സെസ്സുകൾ, സർചാർജുകൾ. ഇപ്പോൾ എന്തൊക്കെയാണ് GSTയിൽ ലയിപ്പിക്കേണ്ട നികുതി, സെസ്, സർചാർജ്? ഇതൊക്കെ പറയുന്നത് ഈ ഒരു സമിതിയാണ്. GSTയുടെ പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള ചരക്കുകളും സേവനങ്ങളും. അപ്പോൾ ഏതൊക്കെ നികുതിയും സെസ്സും സർചാർജും, ഇതൊക്കെ വിവിധ തരത്തിലുള്ള ടാക്സും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏതൊക്കെ GSTയിൽ ലയിപ്പിക്കണം, GSTയുടെ പരിധിയിൽ ഏതൊക്കെ വരണം, എന്തിനെയൊക്കെ ഒഴിവാക്കണം, ഏതൊക്കെ സാധനങ്ങളെയും സേവനങ്ങളെയും അതിൻ്റെ കീഴിൽ കൊണ്ടുവരണം, ഒഴിവാക്കണം, ഇത് ഈ സമിതിയാണ് തീരുമാനിക്കുന്നത്. ദെൻ നികുതി നിരക്കുകൾ നിശ്ചയിക്കുക. എത്ര ശതമാനമാണ് നികുതി നിശ്ചയിക്കേണ്ടത്. ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചരക്കുകളും സേവനങ്ങളും GSTയിൽ ഉൾപ്പെടുത്തേണ്ട സമയം. ഇനി ചില സാധനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ, അതിനി എപ്പോഴൊക്കെ നമുക്ക് GSTയിൽ ഉൾപ്പെടുത്താൻ കഴിയും അതും. ദെൻ മൊത്തം വിറ്റുവരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള നികുതി ഒഴിവിൻ്റെ പരിധി നിശ്ചയിക്കൽ. എത്ര ശതമാനത്തിൻ്റെ മുകളിലായാലാണ് നികുതി കൊടുക്കേണ്ടി വരുന്നത്, എത്ര ശതമാനത്തിൻ്റെ താഴെ ആണെങ്കിൽ നികുതി കൊടുക്കണ്ട, തുടങ്ങിയ കാര്യങ്ങളും ഈ ഒരു സമിതിയാണ് തീരുമാനിക്കുന്നത്. നിലവിൽ GSTയുടെ പരിധിയിൽ ഉൾപ്പെടാത്ത ഇനങ്ങൾ പഠിച്ചു വെക്കുക. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അഥവാ അസംസ്കൃത പെട്രോളിയം, ഡീസൽ, പെട്രോള്, പ്രകൃതിവാതകം, വിമാന ഇന്ധനം, ഇതിനൊന്നും GST ഇല്ല. ദെൻ വൈദ്യുതി, മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം, മനുഷ്യൻ കുടിക്കുന്ന മദ്യം,
എന്നിവയ്ക്ക് GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇവയുടെ കാര്യത്തിൽ നിലവിലുള്ള നികുതി സംവിധാനം തുടരുന്നതാണ്. അപ്പോൾ അതിന് സാധാരണ നികുതിയുണ്ട്, GST ഇല്ല. ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, മദ്യം, വൈദ്യുതി, ഇതിനൊന്നും GST ഇല്ല. ദെൻ നികുതിയോടൊപ്പം സർക്കാരിന് വരുമാനം ലഭിക്കുന്ന മറ്റ് 2 സ്രോതസ്സുകളാണ് സർചാർജ്, സെസ്. നമ്മൾ മുകളിൽ സർചാർജ്, സെസ് ഏതൊക്കെ GSTയിൽ ഉൾപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ എന്താണ് സർചാർജും സെസ്സും എന്ന് നമുക്ക് നോക്കാം. നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. അപ്പോൾ സർ എന്ന പദം തന്നെ അധികം എന്നതിന് ഉൾക്കൊള്ളിക്കുന്നതാണ്. SUR, സർ അല്ലേ. സർ എന്ന് പറഞ്ഞാൽ അധികം എന്നുള്ള അർത്ഥത്തിനാണ്. അപ്പോൾ സർചാർജ് എന്ന് പറഞ്ഞാൽ അധികമുള്ള ചാർജ്, നികുതിയുടെ മേലുള്ള നികുതിക്കാണ് സർചാർജ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലത്തേക്കാണ് സർചാർജ് ചുമത്തുന്നത്. അപ്പോൾ അതിനൊരു നിശ്ചിത കാല ഇളവുണ്ട്. സാധാരണ വരുമാന നികുതിയുടെ നിശ്ചിത ശതമാനമാണ് സർചാർജായി ഈടാക്കുന്നത്. അപ്പോൾ സാധാരണ വരുമാന നികുതിയുടെ നിശ്ചിത ശതമാനത്തിനെ നമ്മൾ സർചാർജായിട്ട് ഈടാക്കുന്നു. ഇപ്പോൾ ഒരാൾക്ക് 10% നികുതി ആണെങ്കിൽ ആ 10%-ൻ്റെ ഒരു നിശ്ചിത ശതമാനം സർചാർജായിട്ട് ഈടാക്കും. അപ്പോൾ 10%, അതിൽ 1% സർചാർജ് ആക്കിയിട്ട് 11% മൊത്തം നികുതി ഒരാളിൽ നിന്നും ഈടാക്കും. അപ്പോൾ സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. ഇനി സർക്കാരിൻ്റെ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ചുമത്തുന്ന നികുതി സെസ്. അപ്പോൾ നികുതിയുടെ മേലുള്ള അധിക നികുതി സർചാർജ്, സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ചുമത്തുന്നത് സെസ്. ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞാൽ സെസ് നിർത്തലാക്കും. അപ്പോൾ സർക്കാരിന് ആവശ്യമായിട്ടുള്ള പൈസ കിട്ടിക്കഴിഞ്ഞാൽ സെസ് നിർത്തലാക്കും. അപ്പോൾ ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞാൽ സെസ് നിർത്തലാക്കും. സർചാർജിനും ഒരു നിശ്ചിത കാലയളവുണ്ട്. ആ നിശ്ചിത കാലത്തേക്കാണ് സർചാർജ് വരുന്നത്. ഇവിടെ ഒരു ആവശ്യമുണ്ട് സർക്കാരിന്. ആവശ്യം പൂർത്തിയായി കഴിഞ്ഞാൽ സെസ് നിർത്തലാക്കും. വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം ചുമത്തുന്ന വിദ്യാഭ്യാസ സെസ് ഇതിനൊരു ഉദാഹരണമാണ്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ആദായ നികുതിയോടൊപ്പം വിദ്യാഭ്യാസ സെസ് ചുമത്തുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ നികുതി വരുമാനത്തെക്കുറിച്ചാണല്ലോ ഇതുവരെ ചർച്ച ചെയ്തത്. അപ്പോൾ കേന്ദ്ര, സംസ്ഥാന, തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ ചുമത്തുന്ന ചില നികുതികൾ, ഇതും PSC സ്ഥിരം ചോദിക്കുന്നതാണ്. അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം വിദ്യാഭ്യാസ സെസ് ചുമത്തുന്നുണ്ട് എന്നുള്ളതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതികൾ, കോർപ്പറേറ്റ് നികുതി നമ്മൾ പറഞ്ഞു, കമ്പനികളുടെ നികുതിയൊക്കെ കേന്ദ്ര സർക്കാരാണ് പിരിച്ചെടുക്കുന്നത്. വ്യക്തിഗത ആദായ നികുതി അഥവാ 2 പ്രത്യക്ഷ നികുതികളും ആർക്ക് വന്നു? കേന്ദ്ര സർക്കാരിന് വന്നു. നമുക്ക് അങ്ങനെ മാത്രം പഠിച്ചു വെച്ചാൽ റെഡി ആവില്ല കേട്ടോ, അത് വേറെ കാര്യം. ദെൻ CGST അവിടെ സെൻട്രൽ എന്തായാലും ഉള്ളതുകൊണ്ട് സർക്കാരിനാണ്. ദെൻ IGSTയും സർക്കാരാണ് പിരിച്ചെടുക്കുന്നത്. അതിലൊരു വിഹിതം കേന്ദ്ര സർക്കാരിന് കൊടുക്കുമെന്ന് നമ്മൾ പറയും. അപ്പോൾ കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി, കേന്ദ്ര GST, CGST, IGST. ഇനി സംസ്ഥാന സർക്കാർ പിരിക്കുന്ന നികുതികളാണ് ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST. അപ്പോൾ ഭൂനികുതി, നമ്മുടെ ഭൂമിയുടെ നികുതിയൊക്കെ നമ്മൾ കൊടുക്കുക ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. നമ്മൾ വില്ലേജ് ഓഫീസിലേക്ക് കൊണ്ട് അടയ്ക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ. ദെൻ സ്റ്റാമ്പ് ഡ്യൂട്ടി, മുദ്രപത്രത്തിൻ്റെയൊക്കെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും സംസ്ഥാന സർക്കാരിനാണ്. ദെൻ SGSTയും സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ സ്റ്റാമ്പ്, SGST, ഭൂനികുതി. ഇനി തദ്ദേശ സ്വയംഭരണ സർക്കാരിനും എന്ത് കൊടുക്കാം? ചില നികുതികൾ നമ്മൾ കൊടുക്കാറുണ്ട്. വസ്തുനികുതിയും തൊഴിൽ നികുതി. തൊഴിൽ നികുതി കേട്ടോ. തൊഴിൽ, അത് എത്രയും പഠിച്ചു വെക്കാം. അപ്പോൾ സർക്കാരിൻ്റെ വരുമാന സ്രോതസ്സായ നികുതികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി നികുതി ഇതര വരുമാനത്തെക്കുറിച്ച്. അപ്പോൾ സർക്കാരിന് പ്രധാനമായിട്ടും 2 രീതിയിലുള്ള പൊതുവരുമാനങ്ങളുണ്ട്: നികുതിയും നികുതിയേതര വരുമാനങ്ങളും. അപ്പോൾ നികുതിയിലെ പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, GST, സെസ്, സർപ്ലസ്, അതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നികുതി ഇതര വരുമാന സ്രോതസ്സുകൾ. നികുതി ഇതര വരുമാന സ്രോതസ്സുകളിൽ പ്രധാനമായിട്ടും വരുന്നത് ഫീസാണ്. ഫീസ് എന്താണ്? സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ഈടാക്കുന്ന തുകയാണ് ഫീസ്. അപ്പോൾ സർക്കാരിൽ നിന്ന് നമ്മൾ കൈപ്പറ്റുന്ന സേവനങ്ങൾക്ക് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഫീസ്. ഉദാഹരണം ലൈസൻസ് എടുക്കാനുള്ള ഫീസ് അല്ലെ, വിവിധ തരത്തിലുള്ള ലൈസൻസ്, അതേപോലെ രജിസ്ട്രേഷൻ ഫീസ്, ട്യൂഷൻ ഫീസ്, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ് അല്ലേ. സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമുള്ള ട്യൂഷൻ ഫീസ്, വിവിധ തരത്തിലുള്ള ലൈസൻസ്, അതിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ആകട്ടെ,
അല്ലാതെ കമ്പനികളുടെ ലൈസൻസ് ആകട്ടെ, എന്ത് ലൈസൻസ് ആകട്ടെ, രജിസ്ട്രേഷൻ ഫീസ്, ഇതിനൊക്കെ ഈടാക്കുന്ന ഫീസ് സർക്കാരിന് കിട്ടുന്ന വരുമാനമാണ്. അതേപോലെ ഫൈന്, പെനാൽറ്റി, അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നിയമം ലംഘിക്കുന്നതിന് നൽകുന്ന ശിക്ഷയാണ് ഫൈനുകളും പെനാൽറ്റികളും. അല്ലേ, നമുക്കിപ്പോൾ മോട്ടോർ വെഹിക്കിളിൻ്റെ ഫൈൻ പെനാൽറ്റിയാണ് നമുക്ക് അറിയാവുന്നത്. ഇതിന് പുറമെ അല്ലാതെയും ഫൈനും പെനാൽറ്റിയൊക്കെ ഉണ്ട്, അല്ലേ, നമ്മൾ കാലതാമസം വരുത്തുമ്പോഴും നിയമങ്ങൾ ലംഘിക്കുമ്പോഴും ഒക്കെ. ദെൻ ഗ്രാൻഡ്. ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനായി സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഗ്രാൻറ്റുകൾ. ഇപ്പോൾ ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനായി സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സഹായമാണ് ഗ്രാൻറ്റുകൾ. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾക്ക് ഗ്രാൻറ്റുകൾ നൽകുന്നു. അപ്പോൾ അതൊരു വരുമാനമാണ്, അല്ലേ. ഇപ്പോൾ മുകളിലുള്ള, അപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് ഒരു ധനസഹായം തന്നാൽ അത് ഗ്രാൻറ്റാണ്. അതേപോലെ ഏതെങ്കിലും വലിയ ടീമുകൾ, കമ്പനികളും ചിലപ്പോൾ ഗ്രാൻറ്റൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ വലിയ വ്യക്തികളൊക്കെ സഹായിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് സ്ഥാപനങ്ങളാണ് കേട്ടോ, വലിയ സ്ഥാപനങ്ങളൊക്കെ സഹായിക്കും, അതൊക്കെ ഗ്രാൻറ്റാണ്, ഗ്രാൻറ്റ്. ദെൻ പലിശ. സർക്കാർ വിവിധ സംരംഭങ്ങൾക്കും ഏജൻസികൾക്കും രാജ്യങ്ങൾക്കും നൽകുന്ന വായ്പകൾക്ക് ലഭിക്കുന്ന പലിശ. അപ്പോൾ സർക്കാർ വിവിധ സംരംഭങ്ങൾക്കും മറ്റൊക്കെ ലോൺ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ലോണിൽ നിന്നും എന്ത് കിട്ടും? പലിശ ലഭിക്കും. ദെൻ ലാഭം. സർക്കാർ നടത്തുന്ന സംരംഭങ്ങളിൽ നിന്നുള്ള അറ്റ വരുമാനമാണ് ലാഭം. സർക്കാർ നടത്തുന്ന സംരംഭങ്ങളിൽ നിന്നുള്ള അറ്റ വരുമാനമാണ് ലാഭം എന്ന് പറയുന്നത്. ഉദാഹരണം, ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള ലാഭം. ഓക്കെ അല്ലേ? അപ്പോൾ സർക്കാരിൻ്റെ കുറച്ച് സംരംഭങ്ങളുണ്ട്, അതിൽ നിന്ന് കിട്ടുന്നതാണ് ലാഭം. സോ നമ്മളിവിടെ സർക്കാരിൻ്റെ നികുതിയേതര വരുമാനങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ദെൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യാത്തത്, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും ആ ക്ലാസ്സുകൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കാം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. ദെൻ പൊതുകടം കേട്ടോ, പൊതുവരുമാനം ആവശ്യത്തിനും തികയാതെ വരുമ്പോൾ സർക്കാരുകൾ കടം വാങ്ങാറുണ്ട്. സർക്കാർ വാങ്ങുന്ന കടങ്ങളെയാണ് പൊതുകടം എന്ന് പറയുന്നത്. പൊതുകടം. അപ്പോൾ സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് പൊതുകടങ്ങൾ. ഇവ യഥാക്രമം ആഭ്യന്തര കടം, വിദേശ കടം. അപ്പോൾ കടം രണ്ട് തരത്തിലുണ്ട്, ആഭ്യന്തര കടമുണ്ട്, വിദേശ കടമുണ്ട്. ആഭ്യന്തര കടം ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് ആഭ്യന്തര കടം. വിദേശ കടം വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്നതാണ് വിദേശ കടം. അപ്പോൾ രാജ്യത്തിനകത്തുനിന്ന് വാങ്ങുന്നത് ആഭ്യന്തരം, പുറത്തുനിന്ന് വാങ്ങുന്നത് വിദേശം. 2012-13 മുതൽ 17-18 വരെയുള്ള ഇന്ത്യയുടെ ആഭ്യന്തര വിദേശ കടങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. കടം കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ? കൂടി വരികയാണല്ലേ. ഇവിടെ 37 തുടങ്ങി 61 വന്നു ആഭ്യന്തര കടം. വിദേശ കടം 17 നിന്ന് തുടങ്ങി 42 വന്ന് നിൽക്കുന്നു. ആകെ കടം 39 നിന്ന് തുടങ്ങി 66 വന്ന് നിൽക്കുന്നു. ഇപ്പം രണ്ടും വർദ്ധിച്ചിട്ടുണ്ടല്ലേ. ഇനി ഇന്ത്യയിൽ പൊതുകടം വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ: പ്രതിരോധ രംഗത്തെ വർദ്ധിച്ച ചിലവ്. പ്രതിരോധം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഓരോ വർഷം തോറും വെപ്പണും അതേപോലെ ഊർജ്ജ സ്രോതസ്സുകളൊക്കെ വാങ്ങാൻ ഒരുപാട് പൈസ നമ്മൾ ചിലവാക്കേണ്ടി വരും. ജനസംഖ്യാ വർധനവ്, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് സർക്കാരിൻ്റെ ഒട്ടുമിക്ക ചിലവുകളും. ഇതെല്ലാം വർഷം തോറും കൂടി വരിക എന്നല്ലാതെ ഇതിനെ ചുരുക്കാൻ കഴിയില്ല. ഓക്കെ അല്ലേ? ദെൻ പൊതുധനകാര്യം. ഇപ്പോൾ പൊതുധനകാര്യം, പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന സാമ്പത്തിക ശാസ്ത്രശാഖയാണ് പൊതുധനകാര്യം. അപ്പോൾ പൊതുവരുമാനം, ഇതുവരെ നമ്മൾ പറഞ്ഞ സർക്കാരിൻ്റെ വരുമാനം, ചിലവ്, കടം, അഥവാ പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെക്കുറിച്ചുള്ള സാമ്പത്തിക ശാസ്ത്രശാഖയാണ് പൊതുധനകാര്യം. പൊതുധനകാര്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബജറ്റിലാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബജറ്റിലാണ് പൊതുകാര്യം പ്രതിപാദിക്കുന്നത്. സോ എന്താണ് ബജറ്റ്? ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ്. അപ്പോൾ ഒരു വർഷം നമ്മുടെ
ചെലവ് വരവുകൾ എത്രത്തോളം ഉണ്ടാകുമെന്ന് ഓരോ മേഖലയും തിട്ടപ്പെടുത്തി നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു രേഖയാണ്, നമ്മുടെ ധനകാര്യമന്ത്രി അവതരിപ്പിക്കുന്ന ഒരു രേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. BSc ചോദിച്ചിട്ടുള്ളതാണ്, പഠിച്ചു വെക്കാം. ബജറ്റുകൾ 3 തരമുണ്ട്. വരുമാനവും ചെലവും തുല്യമായി വരുന്ന ബജറ്റാണ് സന്തുലിത ബജറ്റ്. പഠിച്ചു വെക്കുക, വരുമാനവും ചെലവും തുല്യമായിട്ട് വരുന്നത് സന്തുലിത ബജറ്റ്. ഇനി വരുമാനം ചെലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റ് മിച്ച ബജറ്റ്. ഇപ്പോൾ വരുമാനം കൂടുതലാണെങ്കിൽ കുറച്ച് തുക മിച്ചം വരും അല്ലേ. അപ്പോൾ വരുമാനമാണ് ചെലവിനേക്കാൾ കൂടുതലെങ്കിൽ മിച്ച ബജറ്റ്. ഇനി ചെലവ് വരവിനേക്കാൾ കൂടുമ്പോൾ ബജറ്റിനെ കമ്മി ബജറ്റ് അല്ലെ. ചെലവ് കൂടി കഴിഞ്ഞാൽ വരവിൻ്റെ ബാക്കിയൊന്നും ഉണ്ടാവില്ല, നമ്മൾ കടത്തിലാവും അല്ലേ, അത് കമ്മി ബജറ്റ്. അപ്പോൾ വരുമാനവും ചെലവും തുല്യമായാൽ സന്തുലിത ബജറ്റ്. ഇനി വരുമാനമാണ് കൂടുതലെങ്കിൽ, ചെലവിനേക്കാൾ വരുമാനമാണ് കൂടുതലെങ്കിൽ മിച്ച ബജറ്റ്. ഇനി ചെലവ് വരവിനേക്കാൾ കൂടുതലാണെങ്കിൽ, ചെലവാണ് കൂടുതലെങ്കിൽ കമ്മി ബജറ്റ്. കമ്മി എന്ന് പറഞ്ഞാൽ കുറവെന്നല്ലേ, അപ്പോൾ ചെലവ് കൂടുന്നതനുസരിച്ച് നമ്മൾ കമ്മി ബജറ്റ് ആവും. വരവാണ് നമുക്ക് കൂടി നിൽക്കുന്നതെങ്കിൽ അത് മിച്ച ബജറ്റ് ആകും. സോ ഇന്ത്യയുടെ 2017-18 ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന ചെലവുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എന്തൊക്കെ ഉണ്ടോ നോക്കൂ. പലിശ, തിരിച്ചടവ്, പ്രതിരോധം, സബ്സിഡി, പെൻഷൻ, സാമൂഹിക സേവനം, സാമ്പത്തിക സേവനം, പലിശ, ഗ്രാമവികസനം. ഇതിൻ്റെ ഒന്നും തുക നോക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ പഴയതാണ് കേട്ടോ. ദെൻ 2017-18 പ്രധാന വരുമാനങ്ങളുമായി ബന്ധപ്പെട്ട ഡയഗ്രാം നോക്കിയോളൂ. GST ഒക്കെയാണ് കൂടുതൽ വരുന്നത് അല്ലേ, GSTയും ദെൻ വ്യക്തിഗത ആദായ നികുതി ഇതൊക്കെയാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. പിന്നെ കോർപ്പറേറ്റ് നികുതി ഇതൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് അല്ലേ. ഇനി നികുതിയേതര വരുമാനം. നികുതിയേതര വരുമാനത്തിൽ ഏറ്റവും കൂടി നിൽക്കുന്നത് ഏതാ? മറ്റു വരുമാനങ്ങളും ലാഭവും അല്ലേ, മറ്റു വരുമാനവും ലാഭവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. അതിനകത്തേക്ക് ഉള്ളിലേക്ക് അധികം ഇറങ്ങേണ്ട ആവശ്യമില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. അടുത്ത ധനനയം. ഇത് നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഏരിയയാണ്. എന്താണ് ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി? എപ്പോഴും ചോദിക്കുന്നതാണ് ഫിസ്ക്കൽ പോളിസി. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം. അപ്പോൾ പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ്, സർക്കാരിൻ്റെ നയമാണ് ധനനയം. ഇവയെ സംബന്ധിച്ച സാമ്പത്തിക ശാഖയാണ് ധനകാര്യം. രണ്ടായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. എന്തായാലും ഓപ്ഷനിൽ അങ്ങനെ കൺഫ്യൂസിങ് ആയിട്ട് വരില്ല. അപ്പോൾ പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാരിൻ്റെ നയമാണ് ധനനയം എന്ന് പറയുന്നത്. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. അപ്പോൾ ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. ധനനയം രാജ്യ പുരോഗതിയെ സ്വാധീനിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കാനും വളർച്ച കൈവരിക്കാനും നല്ല ധനനയം വഴി സാധിക്കുന്നു. അപ്പോൾ ധനനയം സർക്കാരിൻ്റെതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും വികസന പ്രവർത്തനങ്ങൾക്കും ധനനയം വേണ്ടിവരും. അപ്പോൾ ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക തുടങ്ങിയതാണ്. അപ്പോൾ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക, ഇതൊക്കെ ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടതാണ്. ഇതല്ലാത്ത ലക്ഷ്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ധനനയം സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന വിലക്കയറ്റത്തെയും വില ചുരുക്കത്തെയും നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ധനനയം എന്ത് ചെയ്യുന്നുണ്ട്? വിലക്കയറ്റത്തെയും വില ചുരുക്കത്തെയും നിയന്ത്രിക്കുന്നുണ്ട്. സാധനങ്ങൾക്ക് വില കൂടിയാലും പ്രശ്നമാണ്, വില തീരെ കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ ഇത് രണ്ടിനെയും എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് നോക്കാം. വിലക്കയറ്റ സമയത്ത്, സാധനങ്ങൾക്ക് വില കയറ്റം വരുന്ന സമയത്ത് നികുതി വർദ്ധിപ്പിക്കുന്നു. ഇതിൻ്റെ ഫലമായി ജനങ്ങൾ എന്ത് ചെയ്യില്ല? കൂടുതൽ സാധനം വാങ്ങില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞു, വാങ്ങൽ ശേഷി കുറയുന്നു. സാധനത്തിന് വില കൂടിക്കഴിഞ്ഞാൽ ജനങ്ങൾ സാധനങ്ങൾ വാങ്ങില്ല. ഉദാഹരണത്തിന് നികുതി 10% ആയിരുന്നത് 20% ഉയർത്തിയെന്ന് കരുതുക. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ 100 രൂപയ്ക്ക് 20 രൂപ നികുതി നൽകണം. ബാക്കി 80 രൂപയെ ഉപഭോഗത്തിന് വിനിയോഗിക്കാൻ കഴിയൂ. അതായത് 90 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയ ഒരാൾക്ക് 80 രൂപയ്ക്ക് മാത്രമേ ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും അല്ലേ. അപ്പോൾ സാധനങ്ങൾ വിപണിയിൽ വിൽക്കപ്പെടാതെ വരുമ്പോൾ വില കുറഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ
അപ്പോൾ സാധനങ്ങൾ വിറ്റ് പോയില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് വില കുറയ്ക്കേണ്ടി വരും. വില കുറച്ചാലേ ആളുകൾ വാങ്ങും, അപ്പോൾ വില കുറയ്ക്കുന്നു. മനസ്സിലായോ? അപ്പോൾ സാധനങ്ങൾ വിലക്കയറ്റം ഉണ്ടാക്കുന്ന സമയത്ത് നികുതി കൂട്ടുന്നു. നികുതി കൂട്ടുമ്പോൾ ആളുകൾ സാധനങ്ങൾ വാങ്ങാതെ വരുന്നു. സാധനങ്ങൾ വാങ്ങാതെ വന്നു കഴിഞ്ഞാൽ വില കുറയും. ഓക്കെ അല്ലേ? അതുപോലെ വില ചുരുക്ക സമയത്ത് നികുതി കുറയ്ക്കുന്നു. വില ചുരുക്കി കഴിഞ്ഞാൽ നികുതി കുറയ്ക്കും. ഇത് ജനങ്ങളുടെ വാങ്ങൽ ശേഷി ഉയർത്തുന്നു, അല്ലേ? വില കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങും. ഇതിൻ്റെ ഫലമായി വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിക്കുന്നു. അപ്പോൾ വില കുറയുമ്പോൾ എല്ലാവരും വാങ്ങുമ്പോൾ സാധനം പെട്ടെന്ന് തീരും. അപ്പോൾ അവരെന്ത് ചെയ്യും? വീണ്ടും വീണ്ടും പ്രോഡക്റ്റുകൾ ഇറക്കാൻ നിർബന്ധിതരാകും. അങ്ങനെ സാധനങ്ങളുടെ വില ഉയരാൻ കാരണമാകുന്നു. അപ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും? സാധനത്തിന് വില കൂടും, അല്ലേ? സാധനങ്ങൾ കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സാധനത്തിന് വില കൂടും. അങ്ങനെ ധനനയത്തിൻ്റെ ശരിയായ പ്രയോഗമാണ് ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സർക്കാരിന് പ്രയോജനമാകുന്നത്. അപ്പോൾ ധനനയത്തിലൂടെയാണ് വിലക്കയറ്റത്തെയും വില ചുരുക്കത്തെയും സർക്കാർ നിയന്ത്രിക്കുന്നത്. വിലക്കയറ്റം വരുമ്പോൾ സാധനത്തിൻ്റെ നികുതി കൂട്ടുന്നു, ആളുകൾ സാധനം വാങ്ങാതെ വരുന്നു. അങ്ങനെ വില കുറയ്ക്കാൻ നിർബന്ധിതരാകും. ദെൻ വില ചുരുക്കത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യും? നികുതി കുറയ്ക്കും, ആളുകൾ കൂടുതൽ സാധനം വാങ്ങും, അപ്പോൾ സാധനം കിട്ടാതെ വരും, അപ്പോൾ സാധനത്തിന് ഡിമാൻഡ് കൂടും, സോ സാധനത്തിന് വിലയും കൂടും. ഓക്കെ അല്ലേ? സോ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. വികസന ചെലവുകളും വികസനേതര ചെലവുകളും എന്താണെന്ന് നമ്മൾ പഠിച്ചു. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും പഠിച്ചു. GST കൗൺസിലിന് ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് പ്രധാന ധർമ്മങ്ങൾ എന്ന് പഠിച്ചു. പൊതുവരുമാനവും പൊതു ചെലവും എന്താണെന്ന് പഠിച്ചു. നികുതിയേതര വരുമാന മാർഗ്ഗങ്ങൾ പഠിച്ചു. പിന്നെ ബജറ്റ് 3 രീതിയിലുണ്ട്. കമ്മി ബജറ്റ്, അല്ലേ? വരുമാനവും ചെലവും തുല്യമാണെങ്കിൽ കമ്മി ബജറ്റ്, വരുമാനം കൂടുതലാണെങ്കിൽ മിച്ച ബജറ്റ്. ഇവിടെ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ, ഇത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നത് തെറ്റായിട്ടാണ്. വരുമാനവും ചെലവും തുല്യമാണ് എങ്കിൽ സന്തുലിത ബജറ്റ്, വരുമാനം കുറവാണെങ്കിൽ കമ്മി ബജറ്റ്, വരുമാനം കൂടുതലാണെങ്കിൽ മിച്ച ബജറ്റ്, അല്ലേ? ദെൻ ധനനയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പൊതുധനകാര്യം, ധനനയം രാഷ്ട്ര പുരോഗതി നിർണ്ണയിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. സോ ഇനി നമുക്ക് എക്കണോമിക്സിൽ ഒറ്റ ക്ലാസ് കൂടിയാണ് ബാക്കി നിൽക്കുന്നത്. അത് നമ്മൾ ഉടനെ തന്നെ ആ ക്ലാസ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേരള ഗവർണൻസും അതുപോലുള്ള സുപ്രധാന നിയമങ്ങൾ എന്ന ടോപ്പിക്കിലേക്ക് കടക്കും. അപ്പോൾ പൂർണ്ണമായിട്ടും SCRT ക്ലാസ് നിങ്ങൾക്ക് വളരെ ക്വാളിറ്റിയിൽ തന്നെ കിട്ടുന്നൊരു ചാനലാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുക. അതിലുപരി നന്നായിട്ട് പഠിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും വിജയാശംസകൾ.